ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിത വന്നിട്ട് രോഹിത്തിനോടും കൃഷ്ണനോടും പറയും, അലീന ഇങ്ങനെ ചേച്ചി ഇങ്ങനെ കരഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു, എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ലാന്ന്. അപ്പോൾ കൃഷ്ണ പറയും, അലീന ചേച്ചി ഇവിടുന്ന് പോകേണ്ട കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവും, അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഉടക്കിയിട്ടുണ്ടായിരിക്കും, അതായിരിക്കും എന്ന് പറയും. അപ്പോൾ ബബിത ചോദിക്കും, അച്ഛനതിനെ സമ്മതിക്കുമോ, അച്ഛൻ്റെ മോളതിനെ അച്ഛനോടൊന്ന് പറഞ്ഞു വിടാൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കും. അപ്പം രോഹിത്ത് പറയും, അതിന് അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ലല്ലോ എന്ന്. അപ്പോഴാണ് ബബിത അറിയണത് അലീന ബാലേന്ദ്രൻ്റെ മോളല്ലാന്ന്. അല്ലേ, അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ലേ, നമ്മളായിട്ടൊരു ബന്ധമില്ലേ അലീന ചേച്ചിക്ക് ചോദിക്കും. അപ്പോൾ രോഹിത്തേട്ടൻ എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയും, ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, മാത്രമല്ല മാനേജർ അച്ഛനെ കാണാൻ പോയപ്പം അവിടെ വെച്ചിട്ട് ചേച്ചി അച്ഛനോട് പറഞ്ഞിരുന്നു, ഞാനൊരു ഓർഫനാണ്, വേലക്കാരിയാണ് എന്നൊക്കെ. അപ്പോൾ ബബിത ചോദിക്കും, അത് എന്ത് പണിയാണ് ചേച്ചി കാണിച്ചേ, അവിടെയൊക്കെ ചെന്നിട്ട് ഇത് പറയേണ്ട ആവശ്യം എന്താ, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ, അതെന്തിനാ കളയണമെന്നൊക്കെ ചോദിക്കും. ബാക്കി പറ രോഹിത്തേട്ടാന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയും, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മാനേജർ അച്ഛനെ അലീന ചേച്ചിയോടുള്ള റെസ്പെക്റ്റ് കൂടി. അലീന ചേച്ചിക്ക് ചേച്ചിയുടെ അച്ഛനെ അമ്മേനെ അറിയാം, പക്ഷെ അവർക്ക് ചേച്ചി ആരാന്നറിയില്ല. ഇത് ഞാൻ ചേച്ചിയോട് പിന്നീട് ചോദിച്ചു, അപ്പോൾ ചേച്ചി പറഞ്ഞത് ഇതെല്ലാം സത്യമാണ്, ചേച്ചി നമ്മുടെ അച്ഛൻ്റെ മോളല്ലാന്ന് തന്നെയാണ്. അപ്പോൾ ബബിത ചോദിക്കും, അപ്പോൾ അലീന ചേച്ചി നമ്മുടെ ആരുമല്ലേ. അപ്പോൾ രോഹിത്ത് പറയും, അതൊക്കെ അച്ഛനല്ലേ പറഞ്ഞത്, അച്ഛനോട് പോയി ചോദിക്കാൻ പറയും. ഞാൻ അച്ഛനോട് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാക്കിയിട്ട് ബബിത മുകളിലേക്ക് പോകും. അത് കഴിയുമ്പോൾ കൃഷ്ണ രോഹിത്തിനോട് ചോദിക്കും, അലീന ചേച്ചി വേറെ ഒന്നും പറഞ്ഞില്ലേ ചോദിക്കും. അപ്പോൾ രോഹിത്ത് പറയും, ഇല്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല പിന്നെ ആരാ അലീന ചേച്ചിയുടെ അച്ഛനെ അമ്മീന്ന് എങ്ങാനും പറഞ്ഞാൽ ചോദിക്കും. അപ്പോൾ പറയും, അതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും. എന്താ എങ്ങനെ ചോദിക്കും. ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചാന്ന് പറയും. അപ്പോൾ രോഹിത്ത് കൃഷ്ണനോട് ചോദിക്കും, നിനക്കറിയോ അലീന ചേച്ചിയുടെ അച്ഛനമ്മ ആരാന്നുള്ളത്. കൃഷ്ണ പറയും, എനിക്കറിയാം, എന്നോട് ആരാ പറഞ്ഞേ, എന്നോട് അച്ഛൻ പറഞ്ഞതാ, എനിക്കറിയാമെന്നുള്ളത് പക്ഷെ അലീന ചേച്ചിക്ക് അറിയില്ല എന്ന് പറയും. അപ്പോൾ രോഹിത്ത് പറയും, ഇതെന്താ കടം കത്തിയോ, നീ എന്നോടും കൂടി പറയാൻ പറയും. അപ്പം കൃഷ്ണ പറയും, അത് ഞാൻ പറയില്ല, ഞാൻ അച്ഛന് പ്രോമിസ് കൊടുത്തിട്ടുള്ള, അത് കാരണം ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങോട്ട് പോകും. അടുത്തായി കാണിക്കുന്നത് ബബിത ബാലേന്ദ്രനോട് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അച്ഛ പ്രശ്നമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, കുറച്ച് നേരം മുന്നേ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടല്ലോ. ബാലേന്ദ്രൻ ചോദിക്കും, ആര്, അച്ഛൻ്റെ മാനസപുത്രി. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രന് ദേഷ്യം വരും. ബാലേന്ദ്രൻ ചോദിക്കും, വന്നപ്പോൾ നിനക്ക് എന്തും പറയാമെന്നായോന്ന്. അപ്പോൾ ബബിത പറയും, മാനസപുത്രി എന്ന് പറയുന്നത് മോശം വാക്കാണോ, അപ്പോൾ എന്താ കാര്യമെന്ന് നിനക്ക് അവളോട് തന്നെ ചോദിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കും ബാലേന്ദ്രൻ. ബബിത പറയും, അപ്പോൾ അച്ഛനെ ആളാരാന്ന് മനസ്സിലായില്ലേന്ന്. അലീന ചേച്ചി ഇവിടുന്ന് പോകണമെന്ന് പറയുന്നുണ്ടല്ലോ, എന്തിനാ പോണു ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അത് നിനക്കറിയില്ലേ, അവിടെ പോയാലല്ലേ നിൻ്റെ അമ്മ തിരിച്ചിങ്ങോട്ട് വരുള്ളൂ ചോദിക്കും. അപ്പോൾ ബബിത ചോദിക്കും, അച്ഛൻ പറഞ്ഞില്ലേ അലീന ചേച്ചിയോട് ഇവിടുന്ന് പോകണ്ടാന്ന്. ബാലേന്ദ്രൻ പറയും, ഞാൻ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല, ഞാനതിന് അവളെ രണ്ട് ചീത്ത പറഞ്ഞു, അതിനാണ് അവൾക്ക് അറിഞ്ഞിട്ട് പോയതെന്ന് പറയും. അച്ഛന് സ്വന്തം മോളെ അനുസരിപ്പിക്കാൻ പറ്റില്ലേ, ഞങ്ങളെയൊക്കെ അനുസരിപ്പിക്കുന്നത് പോലെ എന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നിങ്ങളെപ്പോലെ ഇല്ലല്ലോ അവളെ 10-23 വർഷം പോറ്റി വളർത്തിയത് ഞാനല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ അവൾ കേൾക്കില്ല. നിങ്ങളതുപോലെയല്ല, നിങ്ങളെന്നെ ചെറുപ്പം മുതലേ ഞാൻ പറയുന്നത് കേട്ട് വളർന്നതാ, അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അവളനുസരിക്കില്ല. അപ്പോൾ ചേച്ചി ഇവിടുന്ന് പോയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കും. അപ്പോൾ പറയും, അവൾ ഇത്ര നാൾ എങ്ങനെയാണോ ജീവിച്ച് അതുപോലെ ജീവിക്കും. അപ്പോൾ ബബിത ചോദിക്കും, അച്ഛൻ പറഞ്ഞാൽ അലീന ചേച്ചി കേൾക്കില്ലേ, അച്ഛനൊരു ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, അവൾ ഞങ്ങളെയൊക്കെ അച്ഛനനുസരിപ്പിക്കണില്ലേ, അതുപോലെ അലീന ചേച്ചിയും പറഞ്ഞനുസരിക്കില്ലേ ചോദിക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നിങ്ങളെപ്പോലെ അല്ല അലീന, നിങ്ങൾ ഇത്ര നാൾ എൻ്റെ കൂടെ വളർന്നതാണ്, അവൾ 23 വർഷവും എൻ്റെ കൂടെയല്ല വളർന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും അവൾ കേൾക്കില്ല. അപ്പം ബബിത ചോദിക്കും, എനിക്കൊരു സംശയമുണ്ട്, അലീന ചേച്ചി അച്ഛൻ്റെ മോൾ തന്നെയാണോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, നീ എന്താണ് അങ്ങനെ ചോദിച്ചത്. ബബിത പറയും, എൻ്റെ അടുത്ത് രോഹിയേട്ടൻ പറഞ്ഞല്ലോ അലീന ചേച്ചി അച്ഛൻ്റെ മോളല്ല എന്ന്. രോഹിയേട്ടനോട് അലീന ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും സത്യം, അപ്പോൾ പിന്നെ അലീന ചേച്ചി നമുക്ക് ആരാ, എൻ്റെ ആരുമല്ലേ എന്ന് ചോദിക്കും ബബിത. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അവളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ബാക്കിയൊക്കെ അവളോട് ചോദിച്ചോളാൻ പറയും. അലീന ചേച്ചി വെറും ഒരു സെർവൻറ്റ് മാത്രമാണോ, ഒരു സെർവൻറ്റിനെ ഞങ്ങൾ ഇത്രയധികം സ്നേഹിക്കാൻ പറ്റുമോ,
അച്ഛൻ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ഒരു നുണ പറഞ്ഞെന്നൊക്കെ ചോദിക്കും ബബിത. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ. നിങ്ങളും നിങ്ങളുടെ അമ്മയൊക്കെ ഞാനും അവളും തമ്മിലുള്ള ബന്ധത്തെ സംശയത്തോടെയല്ലേ നോക്കിക്കണ്ടിരുന്നത്. അപ്പം മകളാണെന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിൽ ആരും സംശയിക്കില്ലല്ലോ, അതിന് വേണ്ടി പറഞ്ഞതാന്ന് പറയും. അപ്പോൾ ബബിത പറയും, അപ്പം അലീന ചേച്ചി ഞങ്ങളുടെ ആരുമല്ലേ, ഇത് ഞാൻ ഒരു തരത്തിൽ കര കയറി വരികയായിരുന്നു, ഇപ്പോൾ വീണ്ടും ഒരു കയത്തിലേക്ക് വീണ പോലെയായി എന്നൊക്കെ പറയും. ബാലേന്ദ്രൻ പറയും, നീ ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ട, നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞ് ബബിതയെ സമാധാനിപ്പിച്ച് പറഞ്ഞുവിടും. പിന്നെ ബബിത വരുന്നത് അലീനയുടെ അടുത്തേക്കാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ബബിത ഡോറിൽ വന്ന് മുട്ടും. അപ്പം അലീന പറയും, ബബിതയാണോടി, അകത്തേക്ക് വന്നോളാൻ പറയും. എന്നിട്ട് ബബിത വന്നിട്ട് അലീനോട് ചോദിക്കും, ഇത്രയും നാൾ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന്. അപ്പം അലീന ഒന്നും അറിയില്ല, അറിയാത്ത പോലെ ചോദിക്കും, പറ്റിക്കേ, ഞാൻ എന്ത് പറഞ്ഞ് പറ്റിച്ചു? അപ്പോൾ ബബിത പറയും, ഞങ്ങളുടെ അച്ഛൻ്റെ മോളാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലേ എന്ന് പറയും. എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അലീന പറയും, ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ, ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ബബിത പറയും, അച്ഛൻ സമ്മതിച്ചല്ലോ ഇത്രയും നാൾ ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്ന്. അപ്പം ഇത്രയും നാൾ ചേച്ചി അച്ഛൻ തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, അച്ഛൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ ചേച്ചി എന്താ അത് എതിർത്തില്ല? അപ്പം അലീന പറയും, അത് ഞാൻ ഈ കുടുംബം തകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ കൂട്ടുന്നതാണെന്ന് പറയും. നിങ്ങളും മാഡമൊക്കെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധത്തെ സംശയത്തോടെയല്ലേ നോക്കി കണ്ടിരുന്നതും, അതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും. അല്ലാതെ നിങ്ങളെയൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് എനിക്കും അച്ഛനും ഇതൊന്നും എന്ത് കിട്ടാനാ, അങ്ങനെയൊന്നുമില്ല എന്ന് പറയല്. അച്ഛൻ ഇതൊരു അലങ്കാരമല്ല, അച്ഛൻ കല്യാണത്തിന് മുന്നേ നേരായ ബന്ധത്തിലൂടെ ഉണ്ടായൊരു മകളാണ് ഞാനെന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ അത് അച്ഛൻ്റെ സൽപ്പേരിന് കോട്ടം പറ്റുന്ന ഒന്നാണ്. അത് അച്ഛന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, ഈ കുടുംബം തകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അലീന. അപ്പോൾ ബബിത ചോദിക്കും, അപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണോ അപ്പോൾ ഫോൺ ചോദിക്കും. അപ്പോൾ അലീന പറയും, ഇല്ല, ഞാൻ ഈ കുടുംബം നല്ല രീതിക്കായി എന്ന സമാധാനത്തോടെയല്ല പോണത്. ഞാൻ ഇവിടുന്ന് പോയാലേ മാഡം ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ, നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ ഞാൻ പോകണം. അപ്പോൾ ബബിത പറയും, എൻ്റെ കോൺഫിഡൻസൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിരാശയോടെ അലീനയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും. അലീന അവരുടെ ആരുമല്ല എന്നറിയുമ്പോൾ ബബിതയ്ക്ക് വേറെ വിഷമാവും. അപ്പോൾ ബബിത അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ രോഹിത്ത് അതുവഴി വരും. അപ്പോൾ രോഹിത്ത് ചോദിക്കും, നീ എന്താ അങ്ങനെ ഇരിക്കണേ ചോദിക്കും. അപ്പോൾ ബബിത പറയും, ഒന്നുമില്ല എന്ന് പറയും. എന്നാലും കാര്യം പറയും. അപ്പോൾ ബബിത പറയും, അലീന ചേച്ചി നമ്മുടെ ആരുമല്ല എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കും അതിൽ വിഷമല്ലേ ചോദിക്കും. എനിക്ക് ഇനി പുറത്തിറങ്ങിയ ആൾക്കാരോട് പറയാൻ പറ്റുമോ ഇതെൻ്റെ ചേച്ചിയാണെന്ന്? അപ്പോൾ രോഹിത്ത് പറയും, എനിക്ക് വിഷമമൊന്നുമില്ല, എന്താ വിഷമിച്ചിട്ട് കാര്യം, അലീന ചേച്ചി ആരുമല്ലാഞ്ഞിട്ടും കൂടി നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അതിൽ സന്തോഷിക്കാൻ പറയും. അപ്പോൾ കൃഷ്ണ പറയും, അതോർത്ത് വിഷമിക്കേണ്ട, റിലേറ്റീവ്സോ നാട്ടുകാരോ ആര് ചോദിച്ചു കഴിഞ്ഞാലും അലീന ചേച്ചി നമ്മുടെ ചേച്ചിയാന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അത് അതുപോലെ ആയി മാറിക്കോളും എന്ന് പറയും.